ഇന്ന് നമ്മൾ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് എങ്ങനെ ബജ്ജി തയ്യാറാക്കാന്നാണ് കാണിക്കുന്നത്. ബാക്കി വരുന്നൊന്നും വേണ്ട, ഇഡ്ഡലി ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയ ബജ്ജി തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കടലമാവ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറയണ കൂട്ടത്തിൽ ഞാൻ കടലമാവ് എന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. കടലമാവ് കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരളവൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിലുള്ള ഇഡ്ഡലിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, അപ്പോൾ ഓരോരുത്തരുടെയും മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഗരം മസാലയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബജി തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കായത്തിൻ്റെ പൊടിക്ക് താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. മസാല ടേസ്റ്റിൽ ഇതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം കറിവേപ്പിലയാണ്. അപ്പോൾ മല്ലിയില ഉണ്ട് വെച്ചെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അപ്പോൾ അത് കാരണം തന്നെ ഞാൻ കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ദിവസമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മിക്സി ജാറിനകത്തിട്ട് അടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് കട്ട കെട്ടാതെ നമുക്ക് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേ കൂടെ തന്നെ ഇട്ട് ആക്കിയാൽ മതി. അല്ലെങ്കിൽ മിക്സിയിൽ ഒരുമിച്ചിട്ട് അടിക്കുമ്പോൾ നന്നായി പേസ്റ്റായി കിട്ടും. അപ്പോൾ ഞാനിതിലൊരു 6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1 ടീസ്പൂൺ വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി വേണ്ട, കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഇതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് കുറച്ച് മൈദ വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം. മൈദ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൈദ ചേർക്കുന്നവർ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഇതുപോലെ നന്നായി കലക്കിയെടുക്കുക, കട്ട കെട്ടാതെ തന്നെ കലക്കിയെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇഡ്ഡലി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ നല്ല നീളത്തിലുള്ള പീസായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയാക്കണ്ട, ഇതുപോലെ മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മാവിൽ ഉപ്പൊക്കെ കറക്റ്റ് അല്ലേന്ന് നോക്കണം. ഇഡ്ഡലിയിൽ ഇപ്പോൾ പാകത്തിന് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലത്തെ ഉപ്പ് പാകല്ലേ നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. കണ്ടില്ലേ, ഒരുപാട് ലൂസാവാൻ പാടില്ല, അപ്പോൾ എണ്ണ ഒരുപാട് കുടിക്കും. അപ്പോൾ ഈ ഒരു കട്ടിയിൽ എടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അതുപോലെ തന്നെ യോജിപ്പിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ. അപ്പോൾ നമുക്ക് നന്നായിട്ടിത് പൊന്തി കിട്ടും. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മാവിലേക്ക് ആക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. നന്നായി എണ്ണ തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഓയിൽ നന്നായി കുടിക്കും. അപ്പോൾ അത് കാരണം തന്നെ നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ, നല്ല ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും, കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല. അതുപോലെ തന്നെ നമുക്കൊന്നും മറിച്ചിട്ട് കൊടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഓരോന്നായിട്ട് കോരിയെടുക്കാം. കണ്ടില്ലേ, ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്ത് ക്രിസ്പിയായ നമ്മുടെ ഇഡ്ഡലി ബജി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്